റൊസാരിയം വിത്താലെ 2025 ഒക്ടോബർ 3 പുണ്യചരിതനായ ലിയോ 13 പാപ്പ തൻ്റെ സുപ്രേമി അപ്പോസ്തോലാത്തുസ് ഒഫീച്ചിയോ എന്ന ചാക്രിക ലേഖനത്തിൽ പറയുന്നത്, പരിശുദ്ധ മറിയം നമ്മുടെ സമാധാനത്തിൻ്റെ കാവൽക്കാരിയും സ്വർഗീയ ക്രമങ്ങൾ നമുക്ക് നൽകുന്നവളും ആണെന്നാണ്. അതിനാൽ തന്നെ വിശ്വാസത്തിൻ്റെ ഏറ്റവും സജീവമായ അടയാളമാണ് പരിശുദ്ധ മറിയം. വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നത്, വിശ്വാസം എന്ന പുണ്യത്തിന് ഉദാത്ത മാതൃകയായ പരിശുദ്ധ മറിയം തൻ്റെ വിശ്വാസം വഴി ദൈവപുത്രൻ്റെ മാതൃത്വത്തിന് അർഹയായി എന്നാണ്. ഈ വലിയ സത്യമാണല്ലോ തന്നെ സന്ദർശിക്കാൻ വന്ന പരിശുദ്ധ മറിയത്തിനോട് കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന് വിശേഷിപ്പിച്ച് എലിസബത്ത് പ്രഘോഷിച്ചത്. ലിയോൺസിലെ വിശുദ്ധ ഇറനേവൂസ് പറയുന്നത്, അനുസരണയിൽ നിറഞ്ഞ പരിശുദ്ധ മറിയത്തിൻ്റെ വിശ്വാസം ആദിമാതാവായ ഹൗവായുടെ അനുസരണക്കേടിൻ്റെ കുരുക്ക് ഇല്ലാതാകാൻ കാരണമായി എന്നാണ്. പരിശുദ്ധ മറിയത്തിൻ്റെ സുദൃഢവും സജീവമായ ഈ വിശ്വാസ മാതൃക ലഭിക്കാൻ ജപമാലയിൽ അപേക്ഷിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസത്തിൻ്റെ മാതാവായ പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ മരിയ.